കിടക്കണില്ലേ? കിടന്നാ ഉറക്കം വരണ്ടേ? ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. എന്താ ഇപ്പൊ ഇത്ര അങ്ങോട്ട് ആലോചിക്കാൻ? മാലുവിനെ MBBS അയക്കാൻ ഇനിയും കുറെ പണം ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇട്ടേ പറ്റൂ. കല്യാണത്തിനുള്ള വേറെയും കണ്ടെത്തണം. ഇതാ ഇപ്പൊ നന്നായത്. മാലു 5ാം ക്ലാസ്സിലേ ആയുള്ളൂ. അവളെ കെട്ടിച്ചേക്കാൻ ധൃതിയായോ? ഇരുന്നിട്ട് എഴുന്നേക്കുന്ന പോലെ വെമ്പിള്ളയുടെ വളർച്ച. അരിച്ചു വരക്കി കണക്കൂട്ടി മുമ്പോട്ട് പോയില്ലെങ്കിലേ കരവറ്റാൻ ബുദ്ധിമുട്ടാ. ഇളയവക്ക് വേണ്ടി എടുത്ത ഇന്ദിരാ വികാസ് പത്ര 3 കൊല്ലോടെ കഴിയുമ്പോ ഇരട്ടിയാകും. ആ തുക അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാ ബുദ്ധി. ഏത് നേരമുള്ള നിങ്ങളുടെ ഈ കണക്ക് പറച്ചിലും ബാങ്ക് ഭാഷയും ഉണ്ടല്ലോ, എനിക്ക് തീരെ രസിക്കുന്നില്ല. അതിന് നിനക്ക് കണക്ക് കൂട്ടാറിയണ്ടേ? ചെസ് കളി പോലാ കണക്ക്. പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗാ. ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഒരു യുദ്ധമാ ലൈഫ്. ഇൻകത്തെ കടത്തി വെട്ടാൻ എക്സ്പെൻഡിച്ചർ ശ്രമിക്കും അനുവദിക്കരുത്. ചെലവിന്റെ മനസാക്ഷിയില്ലാത്ത ആക്രമണത്തിൽ നിന്ന് വരവിനെ രക്ഷിച്ചെടുക്കണമെങ്കിൽ അസാമാന്യമായ ആത്മധൈര്യം വേണം. ഈ കണക്കെന്ന് പറയുമ്പോൾ 2 സംഖ്യകൾ തമ്മിലുള്ള കളിയാണെന്ന് തോന്നുന്നു. ആദ്യം അധികവും ന്യൂനവും ഗുണനവും ഒക്കെ കാണും. ഗുണനങ്ങളിലായിരിക്കണം എപ്പോഴും നമ്മുടെ ശ്രദ്ധ. ഉറങ്ങിയോ? മന്ദബുദ്ധികൾ വേഗം ഉറങ്ങും. നല്ല കടുപ്പത്തിലൊരു ചായ. അതിന് ശബ്ദത്തിൽ എന്തിനാ ഇത്ര കടുപ്പം? കുറച്ച് സംസാരം, കൂടുതൽ പ്രവൃത്തി. പോയി ചായ എടുക്ക്. എന്തത് നീട്ടിരിക്കുന്നത്? ബ്ലൗസ്. അല്ല, അതിന്റെ പുറകിൽ എന്താ ജനല്? ഇതാ ഇപ്പോഴത്തെ ഫാഷൻ. അപ്പുറത്തെ രാധയിട്ടിരിക്കുന്ന കണ്ടില്ലേ? നല്ല ചേർച്ചയുണ്ടല്ലേ? ആഹാ, എന്നാലും തിരിച്ചിട്ടാലേ കുറച്ചുകൂടി ചേർച്ച ഉണ്ടാവും. എന്നാ തിരിച്ചിടാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ബ്യൂട്ടിഫുൾ. ഒരു വടക്കൻ വീരഗാഥയുടെ ഡയറക്ഷൻ പോലെ മനോഹരം. ഇവിടെ നല്ല ചൂടാ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. ഒരു കുഴപ്പമില്ല സർ, ഞാൻ ഇതുവരെ AC റൂമിൽ ഇരിക്കുകയായിരുന്നു. ഇനി അല്പം ചൂടായിക്കോട്ടെ. വെറുതെ കയറിയതാണോ? അയ്യയ്യേ, വെറുതെ വലിച്ചു കയറി വന്ന ആളുകളെ ഡിസ്റ്റർബ് ചെയ്യുന്ന സ്വഭാവം ചാണ്ടിക്കുഞ്ഞിനില്ല സർ. ഞാൻ സാറിനെ കാണാൻ തന്നെ വന്നത്. ഇയാൾ പോകുന്നില്ലല്ലോ. സുലോചന ബ്ലൗസ് തിരിച്ചിട്ടുണ്ട്, ഇറങ്ങി വരുമോ? ചായയും കൂൾ ഡ്രിങ്ക്സ് ഒന്നും വേണ്ട. അല്ല, വന്ന കാര്യം പറഞ്ഞില്ലേ? പറയാം. കോളേജില് നോക്കല്ലേ നോക്കല്ലേ, തൊലഞ്ഞു. വിസിറ്റേഴ്സ് വരുന്നത് മിസ്സിസിന് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. മിക്ക കുടുംബങ്ങളിലും കലഹത്തിനൊരു കാരണമില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. ഇവിടെ ഞാനൊരു കാരണമാകാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പോയിക്കൊള്ളാം. ഈ കോളനിയിൽ ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് ഒരു പാരിതോഷികം കൊടുക്കുന്നുണ്ട്. ശാന്തിനഗർ കോളനിയിലെ ഒരേ ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലയ്ക്ക് ആ കർമ്മം സാറ് നിർവഹിക്കണം. അതിന് വേറെ ആരെങ്കിലും വിളിക്കുന്നല്ലേ നല്ലത്? ചീഫ് ഗസ്റ്റ് ഫിലിം സ്റ്റാറാ. അപ്പുറത്തെ രാജീവ് സാറാണ് എന്റെ ഏർപ്പാട്. ആരായിരിക്കുമെന്ന് അന്നേ അറിയാൻ പറ്റൂ. നമ്മുടെ MLA ആണ് അധ്യക്ഷൻ. സമ്മാനദാനവും അവരാരെക്കൊണ്ടെങ്കിലും ജയിച്ചാൽ മതി. ചെയ്യാൻ പറഞ്ഞാൽ 2 കൈ നീട്ടി അവർ ചെയ്യും. പക്ഷെ അതല്ലല്ലോ, വിദ്യാഭ്യാസത്തിനുള്ള സമ്മാനം വിദ്യാഭ്യാസമുള്ളവർ കൊടുക്കുന്നതല്ലേ ഭംഗി. സ്റ്റേജിൽ കയറി ആളുകളെ ഫേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധിക്കരുത്, എനിക്ക് ബുദ്ധിമുട്ടാ. ഓക്കെ, മറ്റൊരാളെ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സാറിനോട് ഒന്ന് ചോദിച്ചിട്ട് ഫിക്സ് ചെയ്യാമെന്ന് കരുതി. ആരാ? ഞാൻ തന്നെ. ആ വേഷം വൃത്തികേടായതുകൊണ്ടല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ മുഖം വീർപ്പിച്ചിരിക്കാൻ തുടങ്ങിയല്ലേ എന്നും പിണങ്ങിയിരിക്കാനേ നേരം ഉണ്ടാവും. ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടാൻ കിടക്കുന്നു. എല്ലാം പ്രേമേട്ടന്റെ ഇഷ്ടം പോലെയല്ലേ ചെയ്യുന്നത്. പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് നേരിട്ടാ മതി. എന്ന് പറഞ്ഞാൽ എങ്ങനെ? സുഖവും ദുഃഖവും ഒക്കെ നമ്മൾ ഒരുമിച്ചല്ലേ പങ്കിടേണ്ടത്? വേണ്ട. ഏതെങ്കിലും കാര്യത്തിന് പ്രേമേട്ടൻ എന്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? ഒരു ഭാര്യയാണെന്ന് വെച്ച് എന്റെ ടേസ്റ്റുകൾ ഞാൻ സറണ്ടർ ചെയ്യണോ? വീട് വെച്ചു, അതും പ്രേമേട്ടന് ഇഷ്ടമുള്ള പ്ലാനിൽ. എന്നോട് എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചോ? ഇഷ്ടമുള്ള വസ്ത്രം പോലും ധരിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ കുറെ കഷ്ടമാണ്. അപ്പുറത്ത് ഇപ്പുറത്തുള്ളവരൊക്കെ ചെയ്യുന്ന കണ്ട് ഓരോ കോലം കെട്ടരുന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. പ്രേമേട്ടന് കുറച്ചൊന്ന് മോഡേൺ ആയാലെന്താ? അപ്പുറത്തെ അദ്ദേഹം രാധികയെ ഒരുക്കി നടത്തുന്നത് കാണുമ്പോ കൊതി വരിക. ഇവിടെ ഒരാൾക്ക് പാന്റിനോട് അലർജി, ഷൂസിനോട് അലർജി. പണ്ട് അച്ഛനെ തിരക്കി വീട്ടിലൊരാള് വരുമായിരുന്നു, ഒരു മുൻഷി പപ്പുപിള്ള. വേഷവും പടുതിയും കാണുമ്പോ
എനിക്ക് അയാളെ ഓർമ്മ വരുന്നത്. ഓ പപ്പുള്ളയോ പരമുള്ളയോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. പണ്ടറങ്ങി പാന്റ് ഇടാത്തിന്റെ കുറവുള്ളൂ. എന്താ എന്തു പറ്റി? ഒന്നുമില്ല. ഓ കിടന്നുറങ്ങുമ്പോഴും മനുഷ്യനൊരു സ്വൈര്യം തരരുത്. വല്ല പിശാചിനെ സ്വപ്നം കണ്ടിട്ട്. വേണ്ട രത്ന വേണ്ട. വരുന്നുണ്ട് നേരെ നില്ല്. എന്താ? മാഡം ഒരു സർവന്റിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ഇപ്പോഴാണ് ഒത്തു കിട്ടിയത്. വൈകിട്ട് 5 മണി വരെ ഓക്കെ. സാലറി 200 rupees. എന്താ പേര്? ശാരദ. ബയോഡാറ്റ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവളുടെ ഭർത്താവ് വേറൊരുത്തിയുടെ കൂടെ പോയി. ഇവളും വിട്ടുകൊടുത്തില്ല. ആളിങ്ങനെ ഇരിക്കെങ്കിലും ഭയങ്കര വാശിക്കാരിയാ. ഇവള് മറ്റോളുടെ ഭർത്താവിനെ സംഘടിപ്പിച്ചുകൊണ്ട് പോന്നു. ഒരു മ്യൂച്വൽ ട്രാൻസ്ഫറിങ്. പൈങ്കിളിയാ, നല്ലപോലെ വായിക്കും. ആഴ്ചയിൽ 4 ദിവസം തറ തുടയ്ക്കാം. സാധനങ്ങൾ മേടിക്കാൻ കടയിൽ പോണെന്ന് പറയരുത്. TV സിനിമയുള്ള ദിവസം താമസിച്ചു പോയാൽ മതി. ആ എന്നാൽ ഇടത് കാലം വെച്ച് കയറി. പ്രേമേട്ടനോടൊന്ന് ചോദിക്കട്ടെ. ഈ സർവന്റിന്റെ പോസ്റ്റിംഗ് ഒക്കെ പെണ്ണുങ്ങളുടെ വകുപ്പല്ലേ? ഇതിലേക്കൊക്കെ എന്തിനാ ആണുങ്ങൾ വലിച്ചേക്കുന്നത് അല്ലേ ശാരദ? കൊറേ സ്ഥലങ്ങൾ കറങ്ങിയിട്ടുണ്ടല്ലോ. വിവാഹം കഴിഞ്ഞ 1 വർഷം ഹണിമൂൺ ട്രിപ്പ് തന്നെ ആയിരുന്നു. കൊടൈക്കനാൽ, കന്യാകുമാരി, തേക്കടി, കുറ്റാലം, ഊട്ടി, എവിടേക്കാണെന്ന് എനിക്കിപ്പോ നല്ല ഓർമ്മയില്ല. അത്രയ്ക്ക് ചുറ്റി. സുലോചന എവിടൊക്കെ പോയി? ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞങ്ങളും പോയി. പ്രേമേട്ടന് ലീവില്ലാത്തത് കൊണ്ട് അധിക ദിവസം തങ്ങിയില്ലെന്നേ ഉള്ളൂ. ഇതാരാ? അനിയത്തിയ? അല്ല, ഞാനാ. കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോയാ. വിശ്വസിക്കാൻ ഒക്കുന്നില്ല. എന്തൊരു മാറ്റം! അദ്ദേഹം ഒരാളെ ഇങ്ങനെ ആക്കി തീർത്തത്. മുടി ബോബ് ചെയ്യാനും പുരിയും പ്ലക്കാനും ഒക്കെ പറഞ്ഞപ്പോ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര നാണമായിരുന്നു. ഭർത്താവിന്റെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം. അതുകൊണ്ട് ഞാനങ്ങ് വഴങ്ങിക്കൊടുത്തു. എന്റെ എല്ലാ കാര്യത്തിലും രാജേട്ടന് വലിയ ശ്രദ്ധയാ. പുറത്തു പോകുമ്പോ ഏത് ഡ്രസ് ഇടണമെന്ന് രാജേട്ടനാ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഭർത്താവിനെ കിട്ടുന്നത് ഒരു ഭാഗ്യമാ. ദേവിയോട് എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, രാജേട്ടന്റെ കാലിൽ ഒരു മുള്ള പോലും കൊള്ളിക്കില്ലേന്ന്. ആ വന്നു. ഇതാ മനസ്സിൽ ഓർത്താ മതി, അപ്പ കൺമുൻപിലുണ്ടാവും. ഞാൻ ഇറങ്ങട്ടെ? ഇരിക്കുന്നേ. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുകയല്ലായിരുന്നെന്ന് അറിയുന്നത് അദ്ദേഹത്തിന് സന്തോഷാ. വന്നിട്ട് അധികം നേരമായോ? കുറച്ചു നേരമായി. സുലുവിന് ചായ കൊടുത്തില്ലേ മോളെ? അത് പിന്നെ ഞാൻ കൊടുക്കാതിരിക്കോ? മോള് മറക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും ചോദിക്കേണ്ട എന്റെ മര്യാദയല്ലേ. സുലു ഇരിക്കെ. 1 മിനിറ്റ് മോളിക്ക് വന്നേ. ഇപ്പൊ ശമ്പളം ഇപ്രാവശ്യം കമ്മീഷൻ കൂടുതലുണ്ട്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുത്ത വകയിൽ ഒരു 150 രൂപ ചെലവായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സോമശേഖരൻ പിള്ള, പുള്ളിക്ക് ഒരു 300 രൂപ കടം കൊടുത്തു. പിന്നെ ഒരു 200 രൂപ വണ്ടി സർവീസിന്, അത് റീഫണ്ടബിളാ. ഇങ്ങനെ എല്ലാം കൂടെ 350, 250, 650 രൂപ. ബാക്കി എത്രയുണ്ട് നോക്കി. എല്ലാ മാസം എന്തിനാ രാജേട്ടാ ശമ്പളം കൊണ്ടു തന്നിട്ട് എന്നോട് ഇങ്ങനെ കണക്ക് പറയുന്നത്? മോളോടല്ലാതെ ഞാൻ പിന്നെ ആരോടെ ഈ കണക്കൊക്കെ പറയുന്നത്? ഞാൻ ഇറങ്ങട്ടെ. പകലൊക്കെ മോളിവിടെ ഒറ്റയ്ക്കാണ്. സമയം കിട്ടുമ്പോഴൊക്കെ സുലു വരണം. സുലോചനെ, നീ ഇവിടെ നിൽക്കാന്നോ? ചിത്രഗീതം തുടങ്ങാറായി. ആ TV ഒന്ന് ഓൺ ചെയ്തേ. അമ്മ സുധയോട് പറ. അതിന് അവനിവിടെ ഇരിക്കുന്നോ? കറക്കം കഴിഞ്ഞ് വരാനുള്ള നേരം ആവുന്നതല്ലേ ഉള്ളൂ. എത്രേ? 13 രൂപ. 12.75 ഉള്ളൂ. പിന്നെന്തിനാ 13 രൂപ? 25 പൈസയല്ലേ കൂടുതൽ ചോദിച്ചുള്ളൂ. അതെന്തിനാ കൂടുതൽ ചോദിക്കുന്നത്? 25 പൈസ വെറുതെ കിട്ടുമോ? ഒരു കൈവണ്ടി കയറ്റാനുള്ള സാധനങ്ങളിലെ കയറ്റിക്കൊണ്ടുവന്നത് 25 പൈസ കൂടുതൽ തന്നാലെന്താ? സാധനങ്ങൾ കയറ്റാൻ പറ്റത്തില്ലെങ്കിൽ അത് അവിടെ വെച്ച് പറയണമായിരുന്നു. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് കൂലിക്ക് വേണ്ടി തർക്കിക്കല്ല വേണ്ടത്. കണ്ടപ്പം തോന്നി മാന്യനാണെന്ന്, അതാ കയറ്റിയത്. വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ കാശ് തരണം സാറേ. എന്താ സുലോചനെ? ഒന്നുമില്ല.
ഒളിച്ചു വെച്ച ആളെ കൂട്ടാതെ കൊടുത്തു വിട് പ്രേമേട്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചോദിക്കുന്നതിന് മര്യാദയൊക്കെ ഉണ്ട്. ഇത്ര പറഞ്ഞ ഒച്ച വെച്ചല്ലേ? 12 രൂപ 75 പൈസ കൃത്യമായിട്ടുണ്ട്. പോ. എന്താ? വണക്കം സാർ, ചേച്ചിയില്ലേ? എന്തിനാ? സാറ് ഇൻസ്റ്റാൾമെന്റ് സെൽവമണി വന്നിരിക്കുന്ന പറഞ്ഞാൽ മതി. ആഹാ, താനാണല്ലേ? ആമാ. സാരി വേണ്ട. സാറ് ഇനി അടുത്ത മാസം ഞാൻ കൊണ്ടുവരുവേൻ. ഞാൻ ഇപ്പൊ വന്ന് കളക്ഷനൊക്കെ തനിക്കൊന്നും വേറെ പണിയില്ലടോ. ഇല്ലേ സാർ, இந்த ഒരു പണി താൻ തെരിയും. സ്ത്രീകളെ പറ്റി ജീവിക്കാൻ നടക്കുന്നു. മേലെ സാരിയും കൊണ്ട് ഈ വീടിന്റെ വാതിക്കലെങ്ങനെ തന്നെ കണ്ടുപോയാ എന്റെ വിധം പറഞ്ഞോ. അത് വൈഫ് നല്ല സാരി കൊടുക്കുന്നത് സാറിന് ഇഷ്ടമല്ലനാ ഇനി വേണം കൊണ്ടുവരാൻ മാട്ടേன். വൈഫിന് ആവശ്യമുള്ള ഞാൻ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നുണ്ട്. തന്റെ ഒത്താശയൊന്നും എനിക്ക് വേണ്ട சார். இந்த கடையில இருந்து வாங்கும்போது கரண்ட் சார்ஜ் ஸ்டாஃபோட சம்பளம் கிம்பளம் சேல் டாக்ஸ் குயில் டாக்ஸ் எல்லாம் சேர்த்து நிறைய காசு ஆயிடும் சார். அங்க இருந்து ஒரு பிளவுஸ் வாங்குறத காசு கொண்டு என் கையில இருந்து ஒரு சாரி வாங்கலாம் சார். இன்ஸ்டால்மெண்ட் ஆகும்போது வாங்குறவங்களுக்கு லாபம் கொடுக்கறவங்களுக்கு லாபம் நஷ்டம். എല്ലാ മാസവും തന്റെ മോന്ത കാണണ്ടോ. കടയിൽ നിന്നാകുമ്പോ അത് വേണ്ടല്ലോ. அது சரி சார். கடையில் ஆகும்போது கடைக்காரனோட மூஞ்சி பார்த்தா போதும். ரொம்ப எடுத்து கொடுக்கற கடையா இருந்தாக்கா இன்னும் அழகான மூஞ்சி பார்க்கலாம். மேடிச்ச சாரிட காசு கொடுத்தா நான் இந்த மூஞ்சி எடுத்துட்டு போறேன் சார். എത്രയാ? சேச்சுக்கிட்ட கேளுங்க, அவங்க சொல்லுவான். சரிம்மா. അവള് തന്നോളാന്ന് പറഞ്ഞില്ലേ? ഓടോ. എന്താ ചെലവം രാവിലെ പ്രശ്നം? ஒண்ணும் இல்ல சார், சின்ன ஒரு மூஞ்சி பிரச்சனம். ஏன் மூஞ்சி? താൻ ഇത്തവണ കൊടുത്ത സാരി ഉഗ്രൻ. ഓഹോ. ആ സ്റ്റഫിലെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കണം. ஓகே சார். മോളവിടെ ഉണ്ട്, ചെന്ന് പൈസ വാങ്ങിച്ചോ. சரி சார், பாருங்க எந்த மாதிரி ഓടോ, ഓടോ. மூஞ்சிய பாரு. ஐயா. എന്തായിരുന്നു ഇന്നലെ രാത്രി ആ ഓട്ടോക്കാരനുമായിട്ടൊരു ഈശാപോശ? അത് സാറിന് എല്ലാവരും ഓടക്കാറുള്ള കാരണം തന്നെ. ഞാൻ കേട്ടു. അതൊരു ഇഷ്യൂ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങി വരായിരുന്നതാ. അതേതായാലും നന്നായി. ഞാൻ ഈ ഓട്ടോറിക്ഷ കയറാറേ ഇല്ല. വല്ലപ്പോഴും ബൈക്കിന് തകരാറ് പറ്റി ഒന്ന് കയറേണ്ടി വന്നാൽ തന്നെ 2-3 രൂപ കൂടുതൽ ചോദിച്ചാൽ ഞാനങ്ങ് കൊടുത്തേക്കും. മീറ്ററിൽ കാണുന്നതിനേക്കാൾ 5 പൈസ കൂടുതൽ കൊടുക്കരുന്നുള്ള എന്റെ ഒരു വാശിയാ. ഈ കോളേജ് ലെക്ചർമാർക്ക് വെഹിക്കിൾ വാങ്ങാൻ ലോൺ കിട്ടുമല്ലോ. സാറിന് ഒരു 2 വീലർ വാങ്ങിച്ചൂടെ? ഞാൻ എപ്പോഴും പറയും, പ്രേമേട്ടൻ കേൾക്കണ്ടേ? ട്രാൻസ്പോർട്ട് കോർപ്പറേഷനൊക്കെ ഇപ്പൊ തന്നെ നഷ്ടത്തില്ല. എല്ലാവരും വണ്ടി വാങ്ങിക്കാൻ തുടങ്ങിയാലേ അവർ കോർപ്പറേഷൻ പൂട്ടേണ്ടി വരും. ആ കണ്ടുപിടുത്തം കൊള്ളാം. വേഷത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും സാർ ഒരു ഗാന്ധി ആണല്ലോ. ഞാനിവിടെ ഉണ്ട് മോളെ. ഒരു നിമിഷം കണ്ടില്ലെങ്കിൽ ഇതാ കുഴപ്പം. ഇതാ വരുന്നു, ചെല്ലട്ടെ. ഇനിയിപ്പോ രാധികയെ പോലെ ബൈക്കിന്റെ പുറകെ കയറി കറങ്ങാത്തതിന് കുറവുള്ളൂ. എന്താ? പുറത്തെന്തോ ഒരു ശബ്ദം കേട്ടു. നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകണ്ടെന്നല്ലേ പറഞ്ഞത്? താനെന്തോ ഇവിടെ? ടോട്ടി സാബ് ടോർച്ച് എടുത്ത് ഞാൻ പറയാം. ഒരാള് ഗേറ്റ് ചാടി അകത്തോട്ട് കയറി. കയ്യോടെ പിടിക്കാലെന്ന് കരുതി ഞാനും പുറകെ കയറിയതാ. പരന്തു പൈതാഹുവാഹേ, പക്ഷെ അവൻ പൊയ്ക്കളഞ്ഞു. ആളെ മനസ്സിലായോ? ആളെ മനസ്സിലായെങ്കിൽ ഇപ്പൊ തന്നെ പിടിക്കണോ? പിന്നെ സൗകര്യം കിട്ടുമ്പോ പിടിച്ചാ പോരെ? കള്ളന്മാരുടെ ശല്യം കൂടി വരികയാണല്ലോ. ഇന്നലെ രാത്രി എന്റെ മുറിയുടെ ജനാലയ്ക്കൽ ആളനക്കം കേട്ടു. ഞാൻ പറയാഞ്ഞതാ. കുട്ടി പഠിച്ച കുട്ടിയല്ലേ? അങ്ങനെ അനക്കം കേൾക്കുമ്പോ ഹിന്ദിയിലോ മലയാളത്തിലോ വെച്ച് വെച്ചാ പോരെ? ഇംഗ്ലീഷിലോ ചോദിച്ചാലും മതി, എനിക്ക് മനസ്സിലാവും. അത് കേൾക്കുമ്പോ ഓടി ഒന്ന് പിടിക്കാലോ. ബാങ്ക് മാനേജരുടെ വീട്ടിൽ നിറച്ച് പണവും മണ്ടവും ഉണ്ടെന്നായിരിക്കും കള്ളന്റെ വിചാരം. ആമനെ സാമനെ സാറ് വിഷമിക്കണ്ട, അവനെ ഞാൻ ഒതുക്കും. ഇന്ന് രാത്രി സാറിന്റെ വീടിന്റെ ഗേറ്റ് വിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. സാറ് സുഖമായിട്ട് പോയി കിടന്നുറങ്ങണം. ഇന്ന് ഞാൻ ഉറങ്ങുന്നില്ല. ആഹാ, അപ്പൊ താൻ എന്നും രാത്രി ഉറങ്ങുമല്ലേ? ചുമ്മാ അല്ല കള്ളൻ ഇവിടെ വിട്ട് പോകാത്തത്. അയ്യോ, സാർ എന്നെ തെറ്റിദ്ധരിച്ചു. ഈ കത്തി അബദ്ധത്തിൽ ഉറയിൽ നിന്ന് ഊരിപ്പോയതുകൊണ്ട് ചൂട് ചോര കാണാതെ എനിക്ക് ഉറക്കം വരില്ലെന്നാ പറഞ്ഞത്. അതിനൊരു കോഴിയെ കൊന്നപ്പോഴേ പോരാ. മേരാ പിതാജി മക്കൻ സിംഗ് ഈ കത്തി ഹേ. മനുഷ്യന്റെ ചോര തന്നെ കാണണം. അത് കാണുന്നവരെ ഈ കത്തി ഉറക്കി വെളിയിൽ കിടക്കുന്നുണ്ട്. സാറിന് വിരോധമൊന്നും ഇല്ലല്ലോ. തന്റെ കത്തി ഉറക്കി വെളിയിലോ അകത്തോ എവിടെ കിടന്നാലും ഇവിടെ കള്ളന്റെ ശല്യം ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. സോജ സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളൂ. വാലടക്കട്ടെ. എനിക്ക് തോന്നുന്നത് ഇതാ ഗൂർക്കാട് തന്നെ പണിയാന്നാ. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ മോഹൻലാലിന് വേണ്ടി ശ്രീനിവാസൻ കള്ളനായില്ലേ? ശരിയാ, കള്ളന്റെ ശല്യം ഉണ്ടെന്ന് വരുത്തി തീർത്താ അയാൾക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാലോ. വല്യമ്മയ്ക്ക് സുധിയ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ടെറസിന്റെ മുകളിൽ നിന്ന് കയ്യും കാലും കാണിക്കുന്നത് വല്യമ്മ കണ്ടു. അതിനുള്ള ധൈര്യം സുധിക്കുണ്ടോ? കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നു. മറ്റൊമാരുടെ ഗ്യാങ്ങിപ്പെട്ടല്ലേ, വിശ്വസിക്കാൻ കൊള്ളില്ല. ബോയ് ഫ്രണ്ടിനെ കുറ്റം പറഞ്ഞ പെണ്ണിനെ
പരിഭവം കണ്ടില്ലേ? പ്രവീൺ അതെ സാർ. അവിടെ മോനെ, എന്താ? നീ അവിടെ ബാങ്ക് മാനേജർ വീട്ടിൽ പെൺകുട്ടി മാല പൊട്ടിച്ചത് ഞാനല്ല, കള്ളം പറയുന്നത് എവിടെ എന്റെ കൂട്ടുകാരി ഞാൻ കാണിച്ചു തരാം സാർ. എനിക്കറിയില്ല സാർ. ആരാ ഈ സുധീന്ദ്രൻ? എന്റെ ബ്രദറിലോയാ. എന്താ സാർ? അപ്പുറത്തെ കുട്ടിയുടെ മാല പൊട്ടിച്ചതിന്റെ പേരിൽ ഒരു പെറ്റീഷൻ ഉണ്ട്. സുധീന്ദ്രന്റെ പേരിൽ സംശയം. ഇവനാ അവനെ ജീവിക്കല്ലേ? ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അളിയാ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ചേച്ചി, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. പെറ്റീഷൻ കൊടുക്കണ്ട. ഇനി ആ പ്രേമ